ഇത്രയും 35 സഖാക്കൾ ജീവൻ വെടിയേണ്ടി വന്ന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച SFIയുടെ ഭാഗത്ത് നിന്ന് SFI ആക്രമണം നടത്തിയതിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരാളുടെ ജീവൻ കലാലയത്തിൽ വെടിഞ്ഞുവെന്ന്, അങ്ങനെ ഉണ്ടായി എന്ന് ഒരു സംഭവവും പറയാനില്ല. അതാണ് പ്രത്യേകത. അതാണ് പ്രത്യേകത. അപ്പോ നിങ്ങൾ വലിയ സഹനശക്തിയുള്ളവരാണ്, അതാണത് കാണിക്കുന്നത്. അപ്പൊ ആ രീതി നിങ്ങൾ തുടരണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മയക്കുമരുന്നുമായി ബന്ധമുള്ള പോലീസിലെ ചിലരെ സംബന്ധിച്ച് നേരത്തെ ചില വാർത്തകൾ വരികയും അതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും സർക്കാർ എന്ന നിലക്ക് കാണിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇവിടെ ബഹുമാനായ മുനീർ ആ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വികാരപരമായി തന്നെ അവതരിപ്പിച്ചു. ആ വികാരത്തോടൊപ്പം തന്നെയാണ് സർക്കാരും ഈ കേരളീയ സമൂഹവും നിൽക്കുന്നത്. ഒരു വ്യത്യാസവും ആർക്കും അതിലില്ല. അതിൽ DJ പാർട്ടിയെ കുറിച്ച് പറഞ്ഞു, മറ്റ് നടപടികളെ കുറിച്ച് പറഞ്ഞു. കേസിന്റെ അന്വേഷണവും കാര്യങ്ങളും പോലീസ് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ നമ്മൾ ഇന്നയാളാണ് പ്രതിയെന്ന് മുൻകൂട്ടി നിശ്ചയിക്കേണ്ട, അന്വേഷണത്തിന്റെ ഭാഗമായി ശരിയായ പ്രതികളെ കണ്ടെത്തുന്ന നില സ്വീകരിച്ചു പോകാം. അതാണ് അതിൽ നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ രീതിയിൽ ഈ നേച്ചർ ഓഫ് വയലൻസ് മാറുന്നു എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് ഗൗരവമായി നാം പരിശോധിക്കേണ്ട ഒന്ന് തന്നെയാണ്. കുട്ടികളില് വലിയ തോതിൽ അക്രമോത്സുകത വർദ്ധിച്ചു വരികയാണ്. ഇത് നമ്മളൊരു വർത്തമാനത്തിൽ തീർക്കേണ്ടി ഒന്നല്ല, വിശദമായ അപഗ്രഥനം വേണ്ട ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഇതിനെ നേരിടാനാവുക എന്നത്. ഇപ്പൊ സമീപകാലത്തുണ്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതിനെ നല്ല ഗൗരവത്തോടെ തന്നെ നാം പൊതുവെ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദേശീയവും അന്തർദേശീയവുമായ മാനങ്ങൾ ഉള്ളതുകൂടിയാണ് ഈ സംഭവം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച 3-4 സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിൽ കുറ്റകൃത്യങ്ങൾ എന്ന നിലക്കുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടിയുടെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. സ്വാഭാവികമായിട്ടുള്ള പോലീസ് നടപടികൾ അതിനകത്ത് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ പലതും സാധാരണ പോലീസിങ്ങിന്റെ പരിധിക്ക് പുറത്തുള്ളതാണ് എന്നതും കാണാൻ നമുക്ക് കഴിയും. ഇതിനെ ഒറ്റപ്പെട്ട് പരിശോധിക്കേണ്ട ഒരു ഏകമുഖമായ കാര്യമായിട്ടല്ല കാണേണ്ടത്. പല മുഖങ്ങളും പല തലങ്ങളുമുള്ള ഒരു വിഷയമാണ്. ഇപ്പൊ നാം കാണേണ്ടത്, ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്തു, ഈ ചർച്ചയോടെ ഇത് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല ഇത്. ഇപ്പൊ അതീവ ഗൗരവമുള്ള ഒരു വിഷയം ആയി സർക്കാർ ഇതിനെ കാണുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിന്റെ വികാരം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാടും നടപടികളും വേണം. ഒരു ഭാഗം നിയമ നടപടിയാണ്, കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള നിയമ നടപടികൾ. അത് ഫലപ്രദമായി തന്നെ
സർക്കാർ കൈക്കൊള്ളും. പക്ഷേ നാം കാണേണ്ടത് ഇതൊരു കേവലമായ ക്രമസമാധാന പ്രശ്നം മാത്രമല്ല, അതിനപ്പുറത്താണ്. അതായത് സാമൂഹിക മാനമുള്ള അതിഗൗരവമായ വിഷയമാണ്. അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യക്തിനിഷ്ഠമായ തലത്തിലേക്കോ രാഷ്ട്രീയ തലത്തിലേക്കോ ഇതിനെ ചുരുക്കി കാണാൻ പാടില്ല.